എൽസിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ച് റീസെൻ്റായിട്ട് ഒത്തിരി ഒരു ന്യൂസ് എല്ലാം കറങ്ങി നടക്കുന്നുണ്ട്. ഇത് പത്രത്തിൽ പോലും അതിനെക്കുറിച്ചുള്ള ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊരു ഹോൾഡിംഗ് കമ്പനിയാണ്. അതായത് ഏഷ്യൻ പെയിൻസിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ ഒരു ഹോൾഡിംഗ് കമ്പനിയാണത്. ശരിക്കും പറഞ്ഞാൽ ഏഷ്യൻ പെയിൻസിലൊരു സം പേഴ്സൻ്റ് സ്റ്റേക്ക് ഉള്ളൊരു കമ്പനിയാണ് ഈ എൽസിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് വക്കീൽ ഫാമിലി എന്ന് പറയുന്നത് ഈ ഏഷ്യൻ പെയിൻസിൻ്റെ പ്രൊമോട്ടർ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ കമ്പനിയാണ് ഈ എൽസിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതിന് ഈ എൽസിഡിന് തന്നെ വേറെ 2 സബ്സിഡിയറി കമ്പനീസ് ഉണ്ട്. ഇതൊരു RBI ലൈസൻസ് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനി, NBFC ആണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു 10 രൂപയ്ക്ക് താഴെ വില ഉണ്ടായിരുന്ന ഷെയർ പെട്ടെന്ന് തന്നെ അത് വില കൂടി റെഗുലറായിട്ട് എല്ലാ ദിവസവും വില കൂടി അതേ തന്നെ 3 ലക്ഷം രൂപ മുകളിൽ വരെ എത്തി. അപ്പം അത് ഏഷ്യൻ പെയിൻസ് MRFനേക്കാളും വില കൂടിയ ഒരു ഷെയർ മാർക്കറ്റിലുണ്ട് എന്നുള്ളൊരു ഡിബേറ്റ് വന്ന സമയത്താണ്, അങ്ങനെ ഡിസ്കഷൻ വന്ന സമയത്താണ് ആൾക്കാർ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി. എൽസിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ഈ വക്കീൽ ഫാമിലി ഗ്രൂപ്പിലുള്ളൊരു കമ്പനിയാണ്. മാത്രമല്ല ഏഷ്യൻ പെയിൻസിൻ്റെ പ്രൊമോട്ടർ കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അത് പിന്നീടാണ് ആൾക്കാർ തിരിച്ചറിഞ്ഞത്. എൽസിഡിൻ്റെ ഷെയർ പ്രൈസ്, എൽസിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഷെയർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള പിന്നിലുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ എൽസിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ബുക്ക് വാല്യൂ ഇപ്പോഴും 6,85,220 കോടി ആണ്. 6,85,220 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ എൽസിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് വാല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ 3,800 കോടിക്ക് മുകളിലാണ് കറണ്ട് മാർക്കറ്റ് വാല്യൂഷൻ. ഇത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എൽസിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ മാത്രം. ഏഷ്യൻ പെയിൻസ് അതിനേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമുള്ള കമ്പനിയാണ്. അപ്പോൾ ഇതിൽ ഈ റീസെൻ്റായിട്ട് വന്ന ഹൈ നോക്കി കഴിഞ്ഞാൽ 3,32,000 രൂപയാണ്. അതായത് 3.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരെ ഈ എൽസിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഷെയർ പ്രൈസ് ഇൻക്രീസ് ചെയ്തിരുന്നു. എന്നാൽ അത് വെറും 100 രൂപ പോലും തികച്ച വിലയില്ലാത്തൊരു ഷെയറായിരുന്നു. 10 രൂപ പോലും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് അതിൻ്റെ വില മുകളിലേക്ക്. ഇപ്പം മാർക്കറ്റിൽ നിന്ന് ഡീലിസ്റ്റ് ചെയ്തിട്ട് മൈനോറിറ്റി സ്റ്റേക്ക്, പബ്ലിക്കിൻ്റെ കയ്യിലുള്ള സ്റ്റേക്കിനെ, അവരുടെ കയ്യിലുള്ള ഹോൾഡിങ്സിനെ തിരിച്ച് മേടിച്ചിട്ട് മാർക്കറ്റിൽ നിന്ന് ഡീലിസ്റ്റ് ചെയ്യാന്നുള്ളൊരു പർപ്പസിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പം നേരത്തെ 2 തവണ നടത്തിയിട്ടും ഓപ്പൺ ഓഫറിൽ അത് സക്സസ് ആവാതെ പോയി. ഇപ്പോൾ രണ്ടാമത് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യണം. അപ്പം ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ മിനിമം 25% മുകളിൽ മാർക്കറ്റിലേക്ക് ഫ്ലോട്ട് ചെയ്യണം. അതായത് പ്രൊമോട്ടേഴ്സ് എല്ലാം 75% മുകളിലോട്ട് ഹോൾഡിങ്സ് കയ്യിൽ വെച്ചിരിക്കാൻ പാടില്ല. ലിസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ മിനിമം 25% അവർ പറയുന്ന ആ ഒരു ടൈം സ്പാനിനകത്ത്, SEBI പറയുന്ന ടൈം സ്പാനിനകത്ത് മാർക്കറ്റിൽ ഫ്ലോട്ട് ചെയ്തിരിക്കണം. അപ്പം എൻ്റെ കയ്യിൽ 100 ഷെയർ ഉണ്ട്, ഞാനതിൻ്റെ പ്രൊമോട്ടറാണ്. 25% മാർക്കറ്റിൽ, 25 ഓഹരിയെങ്കിലും മാർക്കറ്റിൽ മിനിമം വിറ്റിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് മാർക്കറ്റിൽ ഇത് ലിസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാത്തതുകൊണ്ട് അത് പിന്നെ SEBI പറയുന്ന കാര്യങ്ങളും പെനാൽറ്റിയൊക്കെ നമ്മൾ പേ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എൽസിഡി ഇൻവെസ്റ്റ്മെൻറ്റ്സ് പബ്ലിക്കിന് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു അട്രാക്ഷൻ തോന്നിയതിൻ്റെ കാരണം ഇങ്ങനെ പെട്ടെന്നുള്ളൊരു പ്രൈസ് മൂവ്മെൻറ്റാണ്. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില കൂടിയൊരു ഷെയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ നിലവിലുള്ള. ഇപ്പോൾ എൽസിഡിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് MRF ആണ്. MRF ഏതാണ്ട് 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഒരു ഷെയറിന് പ്രൈസ് ഉണ്ട്. അപ്പം ഇതിനെ കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സെഗ്മെൻറ്റാണ്. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യുന്നു, മറ്റേത് ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റ്, ഈ ടയർ പ്രൊഡ്യൂസറാണ്. ഇപ്പോൾ MRF കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് പറയേണ്ടി വരും. കാര്യം നമുക്കൊരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് വന്നിട്ടുള്ളൊരു പ്രൈസ് മൂവ്മെൻ്റ് ആണ്. അത് എപ്പോൾ കയറും എപ്പോൾ ഇറങ്ങുമെന്ന് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല മാർക്കറ്റിലുള്ള ലിക്വിഡിറ്റി വളരെ കുറവാണ്. നമ്പർ ഓഫ് ഷെയർസ് വിച്ച് ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഈസ് വെരി ലെസ് കമ്പയർഡ് ടു അതർ സെറ്റ് ഓഫ് സ്റ്റോക്സ്. അപ്പം ഉറപ്പായിട്ട് നമുക്ക് എൽസിഡ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളാരും സജസ്റ്റ് ചെയ്യുന്നില്ല. അത് അവരവരുടെ ഇഷ്ടം, ചോയ്സാണ്. സിറ്റുവേഷൻ ഓക്കെ ആണെങ്കിൽ ദേ ക്യാൻ ബൈ, അത്രേ ഉള്ളൂ. എൽസിഡ് ഈ റീസെൻ്റായിട്ട് ഈ ന്യൂസിലുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. തുച്ഛമായ പൈസ, ഒരു 10 രൂപ പോലും തികച്ച് വിലയില്ലാതെ ഇരുന്ന ഷെയറിൻ്റെ വില പെട്ടെന്ന് തന്നെ അത് 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില കൂടുന്നൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ അതിനുശേഷം കുറച്ച് വില ഇറങ്ങി, പിന്നെ ഇപ്പോൾ രണ്ടാമത് കയറിക്കൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ കറണ്ട് ബുക്ക് വാല്യൂ അനുസരിച്ച് 6.25 ലക്ഷം രൂപയാണ്. 6,75,000 രൂപയ്ക്ക് മുകളിലാണ് ഒരു ഷെയറിൻ്റെ ഈ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ബുക്ക് വാല്യൂ വെച്ച് നോക്കുമ്പം ഇപ്പോൾ ഉള്ള ഷെയർ പ്രൈസ് എൽസിഡിന് ബുക്ക് വാല്യൂവിൻ്റെ പകുതിക്കും താഴെ ഉള്ളൂ. അതുകൊണ്ട് പ്രൈസ് മൂവ്മെൻറ്റ് ഇനിയും മുകളിലേക്ക് വരാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഈ എൽസിഡിനെ കുറിച്ചുള്ള സ്റ്റോറി ഇവിടെ നിർത്തുകയാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ പിന്നീട് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം.